കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് മർമ്മദോഷത്തിന് പരിഹാരമായി അതായത് മഹാമർമ്മങ്ങളിൽ നിർമ്മിതി കയറി വന്നാൽ അതിന് പരിഹാരമായിട്ട് പഞ്ചശിരസ് എങ്ങനെയാണ് സ്ഥാപിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വേണം ഇതിനെ ചെയ്യുവാനായിട്ട്. ആദ്യത്തേത് ധാന, പടിഞ്ഞാറ് വശത്തായിട്ട് സിംഹം, മധ്യത്തിൽ ആമ, വടക്ക് വശത്തായിട്ട് പന്നി, തെക്ക് വശത്തായിട്ട് പോത്ത്. ഇതാണ് പഞ്ചശിരസ് സ്ഥാപിക്കുന്നതിൻ്റെ ഒരു സ്ഥാനം. പഞ്ചശിരസിൻ്റെ ഒരു എങ്ങനെ വേണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. 1 ആന, 2 സിംഹം, 3 പന്നി, 4 പോത്ത്, മധ്യത്തിലായിട്ട് ആമയുടെ. ഇനി ഇതെവിടെയാണ് സ്ഥാപിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഞാൻ ഈ ചിത്രത്തിൽ കാണിക്കാം. പ്രധാന വാതിലിനോട് ചേർന്ന് വേണം. ഇതാണ് വാതിലെങ്കിൽ ഈ വാതിലിൻ്റെ മുകളിലായിട്ട് പഞ്ചശിരസ് സ്ഥാപിക്കും. മറ്റൊരു സ്ഥാനം എന്ന് പറയുന്നത് വലതുവശത്ത്, ഇറങ്ങുന്നതിൻ്റെ വലതുവശത്ത് ഭിത്തിയിലായിട്ട് സ്ഥാപിക്കാം. മൂന്നാമതായി ഇറങ്ങുമ്പോൾ വലതുവശത്ത് താഴെയായിട്ട്, ഇത് മൂന്നാമതായിട്ട് വലതുവശത്ത്. അപ്പം മഹാമർമ്മങ്ങളിൽ നിർമ്മിതി കയറി വന്നാൽ എങ്ങനെയാണ് അതിനെ പരിഹരിക്കാൻ പറ്റുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഞാനിപ്പം അവസാനമായി പറഞ്ഞു നിർത്തിയത്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.